ഹെലോവിൻ പാർട്ടിക്ക് വേണ്ടിയിട്ട് എങ്ങനെ ഡ്രസ്സ് ചെയ്യുന്നു കുറേ നാളായിട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഞാനൊരു ഫൈനൽ ഒരു ഔട്ട്ലുക്ക് കണ്ടുപിടിച്ചു. എൻ്റെ മുഖത്തെ കലാവിരുന്ന് ചെയ്ത് ഡിസൈനാണ് എനിക്ക് സ്വയമായിട്ട് ചെയ്യാൻ പറ്റണില്ല. ബാക്കി രണ്ടുപേർക്കും ഞാൻ എങ്ങനെയൊക്കെയോ ചെയ്ത് ഒപ്പിച്ചെടുത്തു. എങ്ങനെയോ തട്ടാതെ മുട്ടാതെ കുറച്ചു നേരം കിടന്ന് തന്നു എനിക്ക്. ഇതാണ് ഞങ്ങളുടെ 3 പേരുടെ ഫൈനൽ ലുക്ക്. ഒക്ടോബർ 31 ഹാലോവീൻ ആഘോഷിക്കുന്നത്. ഇതാദ്യം യൂറോപ്യൻ രാജ്യങ്ങളിലാണ് സ്റ്റാർട്ട് ചെയ്തത്. ഈ ദിവസം ആത്മാക്കളും മനുഷ്യനും തമ്മിൽ ബന്ധപ്പെടുന്ന ഒരു പഴയ വിശ്വാസം ഉണ്ടായിരുന്നു. അതിനാൽ ആളുകൾ ഭയപ്പെടുന്ന വസ്ത്രങ്ങളൊക്കെ ധരിച്ച് വീടുകളിൽ നിന്ന് വീടുകളിലേക്ക് പോകും. ഇന്നത്തെ കാലത്ത് ഇത് ട്രിക്ക് ഓർ ട്രീറ്റ് എന്ന് പറഞ്ഞ് മിഠായികൾ ശേഖരിക്കുന്ന ഒരു ഉത്സവമായി തീർന്നിരിക്കുകയാണ്. എന്തായാലും ഇവിടുത്തെ ഒരു പരിപാടി അടിപൊളി ഒരു അനുഭവമായിരുന്നു. മ്യൂസിക്കൽ നൈറ്റ് ഉണ്ടായിരുന്നു. ഇവിടുത്തെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത് ഒരു ബലൂൺ പോലത്തെ സ്കെൽട്ടൺ ഉണ്ടായിരുന്നു. ആ സ്കെൽട്ടനെ പിടിച്ചിട്ട് നമ്മൾ താഴേക്ക് വലിച്ച് ഇടണം. അപ്പോൾ അത് ഫുൾ ബലൂണുകളൊക്കെ താഴേക്ക് വരും. ഏറ്റവും നല്ല രീതിയിൽ ഡ്രസ്സപ്പ് ചെയ്ത് വന്നവർക്ക് കുറേ സമ്മാനങ്ങൾ ഉണ്ടായിരുന്നു. കുറേ കുഞ്ഞിക്കുട്ടികൾ നല്ലോണം മേക്കപ്പ് ഒക്കെ ചെയ്ത് നന്നായി പേടിപ്പിക്കുന്ന പോലെ മേക്കപ്പ് ഒക്കെ ചെയ്തിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഓരോരുത്തരായിട്ട് വന്നിട്ട് റാമ്പ് വോക്ക് ചെയ്യണം. അപ്പോൾ അവർ ബെസ്റ്റ് ആയിട്ടുള്ള ആളെ സെലക്ട് ചെയ്യും. ഞങ്ങളെല്ലാവരും ഇതിൽ ജസ്റ്റ് പാർട്ടിസിപ്പേറ്റ് ചെയ്തു. പക്ഷെ കിഡ്സിനാണ് അവർ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തതുണ്ടായിരുന്നത്. പക്ഷെ ഹെദർ ഞാൻ വിചാരിച്ചു ഇവരൊക്കെ കണ്ടിട്ട് പേടിച്ചു പോകുന്നതാണ്. പക്ഷെ അവള് നന്നായി പാർട്ടിസിപ്പേറ്റ് ചെയ്ത് അവൾക്ക് പ്രൈസ് കിട്ടുകയും ചെയ്തു. 5 സ്റ്റാർ ഹോട്ടലിൽ ഡിന്നറോ അല്ലെങ്കിൽ ലഞ്ചോ കഴിക്കാനുള്ള വൗച്ചറാണ് കിട്ടിയത്. എൻ്റെ ഈ ഡ്രസ്സ് ബ്ലാക്ക് കളർ ഗൗണ്, അതിൻ്റെ മേലെ ഞാൻ സ്കേർട്ട് ഇട്ടേക്കാണ്. സ്കേർട്ടിൻ്റെ മേലെയായിട്ട് ഞാൻ ബാറ്റിനെ കട്ട് ചെയ്തിട്ട് പേപ്പർ കൊണ്ട് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ അവസാനം കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഓക്കെ ബൈ, സീ യു.